അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് വയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും സർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറുമായിട്ട് ബന്ധപ്പെട്ട് റൂമറുകളൊക്കെ വരുന്ന സമയമാണല്ലോ ഇത്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന മുൻ ജാംഷഡ്പൂർ സ്പാനിഷ് സ്ട്രൈക്കർ സർജിയോ കാസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ഒരു റൂമർ ആണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കം അത് റിപ്പോർട്ട് ചെയ്തതോടുകൂടി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എഗ്രി ആയി എന്ന് തന്നെ പറയാം. സർജിയോ കാസ്റ്റൽ വരാൻ തന്നെയാണ് സാധ്യത. ഞാനും അത് കാണുന്നുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവന്ന സ്പാനിഷ് കോച്ച് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ അഡാപ്റ്റ് ആവുന്ന പ്ലെയറാണ്. തീർച്ചയായും എനിക്ക് കോച്ചിൽ വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കുന്നില്ല. എന്തായാലും അദ്ദേഹം അത്ഭുതം ചെയ്യട്ടെ. ഒരിക്കലും നമ്മൾ മുൻവിധി പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കാൽ സ്റ്റെറേൻ്റെ ഒക്കെ ഒരു ഇത് അതിപ്പോൾ തൽക്കാലം ഇതിലേക്ക് വരുത്തുന്നില്ല. എന്തായാലും സർജിയോ കാസ്റ്റലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാംഷഡ്പൂരിന് വേണ്ടി കിഡിലായിട്ട് കളിച്ചൊരു പ്ലെയറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിടത്തോളം ജീസസ് ജിമിനസ് അതുപോലെ തന്നെ ഈ പറയുന്ന എനിക്കൊന്ന് ഈ സീസൺ നമ്മൾ കുറച്ചും കൂടി സ്പാനിഷ് രീതികളാണ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെന്തോ FC ഗോവയുടെ പ്രൊജക്റ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്പാനിഷ് കോച്ചുകളെ മാത്രം സ്പാനിഷ് പ്ലേയേഴ്സ് ആൻഡ് കോച്ച് ആ ഒരു സ്പാനിഷ് സിസ്റ്റമാണ് കൊണ്ടുവരാൻ നോക്കുന്നത്. FC ഗോവക്കൊക്കെ ആയിരുന്നു ആ സിസ്റ്റം. സോ നോക്കുകയാണെങ്കിൽ സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസും അതുപോലെ തന്നെ ഈ സർജിയോ കാസ്റ്റലും രണ്ടുപേരും സ്പാനിഷ് പ്ലേയേഴ്സ് ആയിരിക്കും ഫ്രണ്ടിൽ. കണ്ടനറിയാം. സർജിയോ കാസ്റ്റലിൻ്റെ കാര്യം ഏറെക്കുറെ അഗ്രി ആയിട്ടുണ്ട്. ഇനി സൈനിങ്ങും പേപ്പർ വർക്കുകളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. വൈകാതെ അതിൻ്റെ പോസ്റ്റും വരും. നമുക്ക് എന്തായാലും കണ്ടനറിയാം. അടിപൊളി പ്ലെയറാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇഞ്ചുറി പ്രോൺ. എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കിട്ടുള്ളൂ. ഇഞ്ചുറി അത്ര നല്ലതല്ല അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാറ്റസ് പറഞ്ഞാൽ. ഇഞ്ചുറികൾ കൂടുതലും ഉണ്ട്. കാരണം ജാംഷഡ്പൂർ കളിക്കുമ്പോൾ അടക്കം നമുക്കറിയാം കുറച്ച് മത്സരങ്ങൾ ഇട്ടില്ല, എന്നിട്ട് പോലും 7 ഗോൾ അടിച്ചു. പക്ഷെ എന്നാലും ഇഞ്ചുറിയാണ്. നമുക്കറിയാം ഇഞ്ചുറി പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നുള്ള അവസ്ഥ ഭയങ്കര. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.